Hi students, welcome back to Learnino. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസ് ഓൾസോ അത് റിലേറ്റഡ് ആയിട്ടുള്ള ഗോസ് എലിമിനേഷൻ മെത്തേഡ് കൂടിയിട്ടാണ് ആൻഡ് റിലേറ്റഡ് പ്രോബ്ലംസ് ഓൾസോ. സോ ലെറ്റ് us start. ഫസ്റ്റ് ഓഫ് ഓൾ ലീനിയർ ഇക്വേഷൻസ് എന്താണ്, അതിൻ്റെ സിസ്റ്റം ഓഫ് ഇക്വേഷൻസ്, അതിൻ്റെ ജനറൽ ഫോമും കാര്യങ്ങളും നോക്കാം. A linear system of m equations in n unknowns, that is x1, x2, etc. xn, is a set of equations of the form. അപ്പോൾ m equations in n unknowns. Okay, അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ഇക്വേഷൻസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമ്മൾ ജനറൽ ആയിട്ട് പറയുന്നത് m equations ആണ്. അതിൽ എത്ര അൺനോൺസ് ഉണ്ട്? n unknowns അല്ലെങ്കിൽ വേരിയബിൾസ് ഉണ്ട്. ഓക്കെ, അതാണ് x1, x2, etc. up to xn. Now this is a set of equations in the form. അതിന്റെ general form ആണ് കൊടുത്തിരിക്കുന്നത്. a11x1 plus a12x2 plus etc. plus a1n xn is equal to b1. Similarly, a21x1 plus a22x2 plus etc. up to a2n xn is equal to b2 etc. Last one mth ആണ് പറയുന്നത് am1x1 plus am2x2 plus etc. up to amn xn. അപ്പോൾ ഇവിടെ ശരിക്കും പറയുകയാണെങ്കിൽ m ഇക്വേഷൻസ് ആണ്, n അൺനോൺസ് ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു bm. അപ്പോൾ ഇങ്ങനെയാണ് സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസിനെ നമ്മൾ ജനറലി എക്സ്പ്രസ് ചെയ്യുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇവിടെ നോക്കിയാൽ അറിയാം n അൺനോൺസ് ഉണ്ട്, x1, x2, etc. അപ് ടു xn. അതിൻ്റെ കറസ്പോണ്ടിങ് കോഎഫിഷ്യൻസും തന്നിട്ടുണ്ട്. അതും ഈ മെട്രിക്സ് ഫോമിൽ കറക്റ്റ് ആയിട്ട് നമ്മൾ ഓരോ എലമെന്റ്സിനെ റെപ്രസെന്റ് ചെയ്യില്ലേ, ഐ ജെ ഫോമിൽ. അപ്പോൾ നമുക്ക് ആ പൊസിഷൻ മനസ്സിലാക്കാൻ പറ്റും അല്ലേ, ith റോയും പിന്നെ അതുപോലെ jth കോളം. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടുള്ള ആ ഒരു എലമെന്റ് നെയിമിങ്സ് തന്നെയാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ള a11, ദാറ്റ് മീൻസ് ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം എലമെന്റ്. ഓക്കെ, മെട്രിക്സ് ഫോമിൽ റെപ്രസെന്റ് ചെയ്യും, അത് എക്സ്പ്ലെയിൻ ചെയ്തുതരാം. അപ്പോൾ ഇങ്ങനെയാണ് സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസിനെ നമ്മൾ ജനറൽ ആയിട്ട് എക്സ്പ്രസ് ചെയ്യുന്നത്. ഇനി ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള നമുക്ക് കുറച്ച് പോയിന്റ്സ് നോക്കാം. ഇഫ് ഓൾ ദ bj ആർ 0, അപ്പോൾ bj എന്ന് പറയുന്നത് ജനറലി RHS ടേംസിലെ b1, b2 etc. up to bm. അപ്പോൾ ഇവിടെ j എന്ന് ഉദ്ദേശിക്കുന്നത് 1 to m എന്നാണ് bjയുടെ കേസിൽ കേട്ടോ. j എന്ന് പറയുന്നത് 1 to m, അതായത് b1, b2 etc. up to bm. If all these RHS values become 0 അല്ലെങ്കിൽ 0 ആണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ഈ തന്നിരിക്കുന്ന സിസ്റ്റം ഓഫ് ഇക്വേഷനെ പറയുന്ന പേരാണ് ഹോമോജീനസ് സിസ്റ്റം. ക്ലിയർ ആയല്ലോ? bj, ദാറ്റ് മീൻസ് RHS വാല്യൂ b1, b2 etc. bm ഇതെല്ലാം 0 ആണെങ്കിൽ, all the bj are 0, അങ്ങനെയാണെങ്കിൽ ഈ സിസ്റ്റം ഓഫ് ഇക്വേഷൻസിനെ നമ്മൾ പറയുന്ന പേരാണ് ഹോമോജീനസ് സിസ്റ്റം. അപ്പോൾ വൈസ് വേഴ്സ ഒന്ന് ആലോചിക്കുക, അതായത് ഏതെങ്കിലും ഒരു എലമെന്റ് bj എന്ന് പറയുന്ന വാല്യൂ നോൺ 0 ആണെങ്കിൽ, ഓക്കെ, ഇഫ് എനി ഓഫ് ദ bj given RHSലെ ഏതെങ്കിലും ഒരു വാല്യൂ നോൺ 0 ആണ്, അത് എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു വാല്യൂ ഉണ്ട്, അങ്ങനെയാണെങ്കിൽ this system of equation is known as non-homogeneous system. Clear ആയല്ലോ? Non-homogeneous system. ഇനി a11, a12 are called the coefficients of the system. നമുക്ക് ആദ്യം അറിയാം x1, x2, etc. xn, അതായത് n അൺനോൺ വേരിയബിൾസ് ഉണ്ടല്ലോ, അതിന്റെ ഓരോന്നിന്റെയും കോഎഫിഷ്യൻസ് എന്തായിരുന്നു? a11, a12 etc. a1m അല്ലെ, അപ് ടു m വരെയുള്ള സെറ്റ് ഓഫ് ഇക്വേഷൻസിൽ നമ്മൾ ഈ പറയുന്ന എക്സിന്റെ കോഎഫിഷ്യൻസ്, ഓക്കെ, അതിനെയാണ് കോഎഫിഷ്യൻസ് ഓഫ് ദ സിസ്റ്റം എന്ന് പറയുന്നത്. Any set of values of x1, x2, etc. xn which simultaneously satisfies the system of linear equations given above is called a solution of the system. അപ്പോൾ ഈ പറയുന്ന n unknown variablesലെ ആ n unknown variablesലെ ഏതെങ്കിലും ഒരു വാല്യൂ, ഒരു സെറ്റ് ഓഫ് വാല്യൂ ആ എല്ലാ ഇക്വേഷൻസും, ഈ പറയുന്ന m ഇക്വേഷൻസും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ ആ സെറ്റ് ഓഫ് വാല്യൂസിനെ നമ്മൾ പറയുന്നതാണ് എന്ത്? സൊല്യൂഷൻ ഓഫ് ദ സിസ്റ്റം. ഇനി if the system of equations has one or more solutions, these equations അല്ലെങ്കിൽ the equations are called consistent. അപ്പോൾ ആദ്യം നമ്മൾ പറഞ്ഞു എക്സിനോ പർട്ടിക്കുലർ സെറ്റ് ഓഫ് വാല്യൂസ് ഈ പറയുന്ന എല്ലാം m ഇക്വേഷൻസും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ പറയുന്നതാണ് സൊല്യൂഷൻ. ആ സെറ്റ് ഓഫ് വാല്യൂസിനെ നമ്മൾ സൊല്യൂഷൻ ഓഫ് ദ സിസ്റ്റം എന്ന് പറയും. ഇനി ആ സിസ്റ്റം ഓഫ് ഇക്വേഷൻസിന് വൺ ഓർ മോർ സൊല്യൂഷൻസ് ഉണ്ടെങ്കിൽ, ഒന്നോ ഒന്നിൽ കൂടുതലോ സൊല്യൂഷൻസ് ഉണ്ടെങ്കിൽ ആ സെറ്റ് ഓഫ് ഇക്വേഷൻസിനെ നമ്മൾ പറയുന്നതാണ് കൺസിസ്റ്റന്റ് എന്ന് നമ്മൾ പറയും. അതേപോലെ സപ്പോസ് ഇഫ് ദ സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് ഹാസ് നോ സൊല്യൂഷൻ,
സപ്പോസ് ഒരു സൊല്യൂഷൻ പോലും ഇല്ല, അങ്ങനെയാണെങ്കിൽ ആ സിസ്റ്റം ഓഫ് ഇക്വേഷൻസിനെ നമ്മൾ എന്ത് പറയും? ഇൻകൺസിസ്റ്റന്റ് എന്ന് പറയും. ക്ലിയർ ആയല്ലോ? അപ്പോൾ സൊല്യൂഷൻ ഓഫ് സിസ്റ്റം എന്താണ്? കൺസിസ്റ്റൻസി, ഇൻകൺസിസ്റ്റൻസി. കൺസിസ്റ്റന്റ് എന്ന് പറയുമ്പോൾ വൺ ഓർ മോർ സൊല്യൂഷൻസ് ഉണ്ടെങ്കിൽ, നോ സൊല്യൂഷൻ ആണെങ്കിൽ ഇൻകൺസിസ്റ്റന്റ്. ഇനി നമ്മൾ ഇപ്പോൾ ഈ സെറ്റ് ഓഫ് ഇക്വേഷൻസ് പറഞ്ഞില്ലേ, ലീനിയർ സിസ്റ്റം ഓഫ് ഇക്വേഷൻ, അതിനെ നമുക്കൊരു മെട്രിക്സ് ഫോമിൽ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് AX is equal to B. അതായത് A എന്ന് പറയുന്നത് നമ്മുടെ കോഎഫിഷ്യന്റ് മെട്രിക്സ്, X എന്ന് പറയുന്നത് n അൺനോൺ വേരിയബിൾസ് അല്ലേ, പിന്നെ B എന്ന് പറയുന്നത് RHS ലെ വാല്യൂസ്. ഓക്കെ, അപ്പോൾ A11 A12, ഇപ്പോൾ ഫസ്റ്റ് റോയിലെ എലിമെന്റ്സ് എന്തൊക്കെയാ വരിക? A11 A12 എക്സെട്ര അപ് ടു A1n. അതേപോലെ A21 A22 എക്സെട്ര A2n സെക്കൻഡ് റോ. ലാസ്റ്റ് വൺ mth റോ എന്ന് പറയുന്നത് AM1 AM2 എക്സെട്ര അപ് ടു AMN. അതേപോലെ ഇതിപ്പോ A ആണ്. ഓക്കെ, A മെട്രിക്സ് ആണ്, കോഎഫിഷ്യന്റ് മെട്രിക്സ്. അടുത്തത് X, അതായത് n അൺനോൺ വേരിയബിൾസ് ഉണ്ട് പറഞ്ഞില്ലേ, അതിന്റെ മെട്രിക്സ് ആണ് X എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് X1 X2. അത് ജസ്റ്റ് ഒറ്റ വൺ കോളം ഉള്ള മെട്രിക്സ് ആണ് അല്ലെ, കോളം മെട്രിക്സ്. X1 X2 എക്സെട്ര അപ് ടു Xn is equal to, ഇനി അടുത്ത കോളം മെട്രിക്സ് ഉണ്ട് നമ്മുടെ RHS ൽ വന്ന B വാല്യൂസ് ഇല്ലേ, BJ, അതായത് B1 B2 എക്സെട്ര BM. ഇപ്പൊ ഇതാണ് B യുടെ മെട്രിക്സ് എന്ന് പറയുന്നത്. ഇനി B is equal to 0 ആണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അതെന്തായി? ഹോമോജീനസ് ആയി. ക്ലിയർ ആയല്ലോ? A is called the coefficient matrix. ഇനി മെട്രിക്സ് A is equal to, ഇനി ഇതേ ഒരു മെട്രിക്സ്, ഈ ഒരു മെട്രിക്സിനെ നമുക്ക് ഇങ്ങനെ റെപ്രസെന്റ് ചെയ്ത് കഴിഞ്ഞാൽ, ദാറ്റ് ഈസ് ഇവിടെ എന്താ ചെയ്തിരിക്കുന്നത്? എയുടെ കോഎഫിഷ്യന്റ് മെട്രിക്സ് ഇല്ലേ, അത് അങ്ങനെ തന്നെ എഴുതി. അതിൽ തന്നെ നമ്മൾ എക്സ്ട്രാ ഒരു കോളം ഇൻട്രൊഡ്യൂസ് ചെയ്യണം. ആ കോളം ഏതാണ്? B മെട്രിക്സ് ആണ്. ഓക്കെ, ഒറ്റ ഒരു മെട്രിക്സ്, ഒരു സിംഗിൾ മെട്രിക്സിൽ കോഎഫിഷ്യന്റ് മെട്രിക്സും ബിയുടെ മെട്രിക്സും ഇൻക്ലൂഡ് ചെയ്യണം. RHSലെ ബിയുടെ മെട്രിക്സും ഇൻക്ലൂഡ് ചെയ്യണം. ആ സിംഗിൾ മെട്രിക്സ് അതിനെ പറയുന്നതാണ് ഓഗ്മെന്റഡ് മെട്രിക്സ്. ഓക്കെ, പേര് പഠിച്ചു വെക്കാം, ഓഗ്മെന്റഡ് മെട്രിക്സ്. നമ്മൾ ഇത് ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യും, അപ്പോൾ കുറച്ചും കൂടി ക്ലിയർ ആവും. അപ്പൊ ഓഗ്മെന്റഡ് മെട്രിക്സ് ഓഫ് ദ സിസ്റ്റം മനസ്സിലായല്ലോ? A എന്ന് പറയുന്ന കോഎഫിഷ്യന്റ് മെട്രിക്സും RHSലെ B എന്ന് പറയുന്ന വാല്യൂസും കൂടി ആ ലാസ്റ്റ് കോളം ആയിട്ട് ഇൻക്ലൂഡ് ചെയ്യും. അപ്പൊ ആ സിംഗിൾ മെട്രിക്സിനെ പറയുന്നതാണ് ഓഗ്മെന്റഡ് മെട്രിക്സ്. ഇനി in the system AX is equal to B, if B equal to 0, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, B 0 ആണെങ്കിൽ അതെന്തായാലും ഹോമോജീനസ് സിസ്റ്റം ആണ്. B not equal to 0 ആണെങ്കിലോ നോൺ ഹോമോജീനസ് സിസ്റ്റം. അതായത് ബിയിലത്തെ അറ്റ്ലീസ്റ്റ് ഒരു വാല്യൂ നോൺ 0 ആണെങ്കിൽ അതെന്തായി? നോൺ ഹോമോജീനസ് സിസ്റ്റം ആണ്. The system of equations AX equal to B is consistent if and only if the coefficient matrix A and the augmented matrix AB are of the same rank. ഇനി കൺസിസ്റ്റന്റ് നമ്മൾ പറഞ്ഞു, വൺ ഓർ മോർ സൊല്യൂഷൻസ്. ആ സിസ്റ്റം ഓഫ് ഇക്വേഷൻസിന് വൺ ഓർ മോർ സൊല്യൂഷൻസ് ഉണ്ടെങ്കിൽ ആ സിസ്റ്റം എന്താണ്? കൺസിസ്റ്റന്റ് ആണ് നമ്മൾ പറഞ്ഞു. ഇനി ഒരു കണ്ടീഷൻ കൂടി സാറ്റിസ്ഫൈ ചെയ്യേണ്ടത് എന്താണ്? ആ സിസ്റ്റം ഓഫ് ഇക്വേഷൻ, അതായത് AX equal to B എന്ന് പറയുന്നത് കൺസിസ്റ്റന്റ് ആവണമെങ്കിൽ ഒരു കണ്ടീഷൻ എന്താ? കോഎഫിഷ്യന്റ് മെട്രിക്സ് A and the augmented matrix AB. ഓഗ്മെന്റഡ് മെട്രിക്സിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നതാണ് മെട്രിക്സ് AB. ഓക്കെ, ആർ ഓഫ് ദ സെയിം റാങ്ക്. നമ്മൾ മെട്രിക്സ് പഠിച്ചപ്പോൾ അത് റാങ്ക് എങ്ങനെയാണ് കിട്ടുക എന്നൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലെ? അപ്പോൾ ഇതില് +1 മെട്രിക്സ് റിലേറ്റഡ് റാങ്കും എന്തൊക്കെയാണെന്ന് പഠിച്ചിട്ടില്ലേ? ഇവിടെ നമ്മൾ ഓഗ്മെന്റഡ് മെട്രിക്സ് ABയും കോഎഫിഷ്യന്റ് മെട്രിക്സ് Aയും രണ്ടിന്റെയും ഈക്വൽ റാങ്ക് ആയിരിക്കണം. എങ്കിൽ മാത്രമേ AX equal to B എന്ന് പറയുന്ന സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് കൺസിസ്റ്റന്റ് ആണെന്ന് പറയാൻ പറ്റുള്ളൂ. അതർവൈസ് എന്തായിരിക്കും? ദ സിസ്റ്റം ഇസ് ഇൻകൺസിസ്റ്റന്റ്. ക്ലിയർ ആയല്ലോ? ഇനി നമുക്ക് ഈ സിസ്റ്റം ഓഫ് ഇക്വേഷൻസിനെ, ഈ സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസിനെ എങ്ങനെയാണ് സോൾവ് ചെയ്യുക? അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഗോസ് എലിമിനേഷൻ മെത്തേഡ്. ഇറ്റ് ഈസ് എ ഡയറക്റ്റ് മെത്തേഡ് ടു സോൾവ് എ സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസ് യൂസിംഗ് ദ ഫോളോയിങ് സ്റ്റെപ്സ്. അപ്പൊ ഇതിൽ ഒരു സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് അല്ലെങ്കിൽ സ്റ്റെപ്സ് ഉണ്ട്. അത് കറക്റ്റായി ഫോളോ ചെയ്തിട്ടാണ് നമ്മൾ ഈ മെത്തേഡ് യൂസ് ചെയ്തിട്ട് സോൾവ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് റൈറ്റ് ദ ഗിവൺ സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസ് ഇൻ മെട്രിക്സ് ഫോം AX equal to B. അപ്പൊ ആദ്യം സെറ്റ് ഓഫ് ഇക്വേഷൻസ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവും അല്ലെ? അതെന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? ഇപ്പൊ A11 X1 plus etc A1m Xn അതുപോലെയാണ് ഇക്വേഷൻ തന്നിട്ടുണ്ടാവുക. അപ്പൊ നമ്മൾ പ്രീവിയസ് ഫസ്റ്റ് ഡെഫിനിഷനിൽ കണ്ടില്ലേ, അതുപോലെ ആയിരിക്കും ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടാവുക. അതിനെ നമ്മൾ ആദ്യം എന്താ എഴുതണം? അതായത് AX equal to B എന്ന് പറയുന്ന ഫോമിൽ എഴുതണം. A എന്ന് പറയുന്നത് കോഎഫിഷ്യന്റ് മെട്രിക്സ് ആണ്, X എന്ന് പറയുന്നത് അൺനോൺസിന്റെ മെട്രിക്സ് ആണ്, B എന്ന് പറയുന്നത് റൈറ്റ് സൈഡിലുള്ള കോൺസ്റ്റന്റ്സിന്റെ മെട്രിക്സ് ആണ്. നെക്സ്റ്റ്, reduce the augmented matrix AB to upper triangular form by elementary row operations. അപ്പോൾ ഈ AX equal to B യിൽ നിന്ന് നമുക്ക് augmented matrix എഴുതിക്കൂടെ? ദാറ്റ് ഈസ് മെട്രിക്സ് AB. അത് നമുക്ക് കിട്ടില്ലേ? അപ്പോൾ augmented matrix എഴുതിയിട്ട് അതിനെ നമുക്ക് റെഡ്യൂസ് ചെയ്യണം. ഏത് ഫോമിലേക്കാണ്? അപ്പർ ട്രയാങ്കുലർ ഫോമിലേക്ക്. അപ്പർ ട്രയാങ്കുലർ ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഇതിപ്പോ മെട്രിക്സ് ആണെങ്കിൽ
ഇവിടെ ഡയഗണൽ എലമെന്റ്സും അതിന്റെ മുകളിലുള്ളതും എല്ലാം നോൺ സീറോ എലമെന്റ്സ് ആയിരിക്കും. താഴത്തെ ബിലോ പോർഷൻ എല്ലാം എന്തായിരിക്കും? സീറോ എലമെന്റ്സ് ആയിരിക്കും. ഇതാണ് അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ്. ഓക്കെ, അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന നമ്മൾ കണ്ടുപിടിച്ച ഓഗ്മെന്റഡ് മെട്രിക്സിനെ അപ്പർ ട്രയാങ്കുലർ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യും. എങ്ങനെയാ കൺവേർട്ട് ചെയ്യുക? നമ്മൾ മെട്രിക്സിൽ റോ ഓപ്പറേഷൻസ് ഒക്കെ ചെയ്യാറില്ലേ, അത് ചെയ്തിട്ട് അപ്പർ ട്രയാങ്കുലർ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാം. എന്നിട്ട് ബാക്ക്വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ യൂസ് ചെയ്തിട്ട് സൊല്യൂഷൻ കണ്ടുപിടിക്കും. ക്ലിയർ ആയല്ലോ? നമുക്ക് പ്രോബ്ലംസ് ചെയ്താൽ ക്ലിയർ ആവും. എക്സാമ്പിൾ നോക്കാം. സോൾവ് ദ സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് ബൈ ഗോസ് എലിമിനേഷൻ മെത്തേഡ്. ഇതാണ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. ഇതാണ് സിസ്റ്റം ഓഫ് ഇക്വേഷൻ. ഇതിൽ എത്ര ഇക്വേഷൻസ് ഉണ്ട്? 4 ഇക്വേഷൻസ് ഉണ്ട് അല്ലേ? അപ്പൊ നമുക്ക് ഓരോന്നും നോക്കാം. 2x plus 3y plus 2z is equal to 5. 3x minus 5y plus 5z is equal to 2. 3x plus 9y minus z is equal to 4. x plus 2y plus z is equal to 3. ഇതാണ് സെറ്റ് ഓഫ് ഇക്വേഷൻസ്. ഇതിൽ ആദ്യം തന്നെ നമ്മൾ എന്താ എഴുതേണ്ടത്? ax equal to b ഫോമിൽ എഴുതാം. a എന്ന് പറയുന്നത് ഓരോ എക്സിന്റെയും കോഎഫിഷ്യൻസ് അല്ലേ, അത് കറക്റ്റ് ആയിട്ട് എഴുതാം. ഇതിപ്പോ ഫസ്റ്റ് റോ, സെക്കൻഡ് റോ, തേർഡ് റോ ആൻഡ് ഫോർത്ത് റോ. ക്ലിയർ ആയല്ലോ? അപ്പൊ a എന്ന് പറയുന്ന മെട്രിക്സ് കിട്ടിയല്ലോ, കോഎഫിഷ്യൻസ് എടുത്തെഴുതാം. ഫസ്റ്റ് റോയിലെ എലമെന്റ്സ് ഏതാ വരിക? ഫസ്റ്റ് ഇക്വേഷന്റെ എക്സ് വൈ സെഡ് കോഎഫിഷ്യൻസ് ആണ് വരിക. അപ്പൊ എക്സിന്റെ കോഎഫിഷ്യൻ എന്താ? 2, then 3 and 2. അപ്പൊ ഇതാണ് ഫസ്റ്റ് റോ. സെക്കൻഡ് റോയിൽ എന്താ വരിക? എക്സ് വൈ സെഡിന്റെ കോഎഫിഷ്യൻസ് 3 minus 5 and 5. അപ്പൊ അത് കിട്ടി. നെക്സ്റ്റ് വൺ 3, 9 minus 1. തേർഡ് വൺ കിട്ടി. ആൻഡ് ലാസ്റ്റ് വൺ 1, 2 and 1. അപ്പൊ 1, 2, 1 കിട്ടി. അപ്പൊ 4 റോസ് ആണ്, അതായത് നമുക്ക് എ മെട്രിക്സ് കിട്ടി. ഇനി എക്സിന്റെ മെട്രിക്സ്, എക്സ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ അൺനോൺ വേരിയബിൾസിന്റെ മെട്രിക്സ് ആണ്. ഇവിടെ ഇപ്പൊ എത്ര അൺനോൺ വേരിയബിൾസ് ഉണ്ട്? എക്സ് വൈ സെഡ്, 3 അൺനോൺ വേരിയബിൾസ് ഉണ്ട് അല്ലെ, അതായത് എക്സ് വൈ സെഡ്. അപ്പൊ ആ കോളം മെട്രിക്സ് എഴുതി. ഇസ് ഈക്വൽ ടു ആർ എച്ച് എസിൽ ഏതാ വരിക? നമ്മുടെ ആർ എച്ച് എസിലുള്ള ബിയുടെ വാല്യൂസ് ഉള്ള മെട്രിക്സ്, കോളം മെട്രിക്സ്. അപ്പോൾ ഫസ്റ്റ് വൺ 5, നെക്സ്റ്റ് 2, then 4, then 3. അപ്പോൾ 5, 2, 4, 3. ഇതാണ് ax equal to b എന്ന് പറയുന്ന ഫോമിൽ നമ്മൾ ആദ്യമേ ക്വസ്റ്റ്യനിൽ നിന്ന് എഴുതിയെടുക്കേണ്ട പോർഷൻ. ക്ലിയർ ആയല്ലോ? ഇനി ഇതിൽ നിന്ന് നമുക്ക് എ ബി, അതായത് ഓഗ്മെന്റഡ് മെട്രിക്സ് എ ബി നമ്മൾ എഴുതണം. എന്താ ചെയ്യേണ്ടത്? ജസ്റ്റ് ഈ മെട്രിക്സിൽ ഫസ്റ്റ് എ എന്ന് പറയുന്ന മെട്രിക്സിൽ നമ്മൾ ബിയുടെ കോളം മെട്രിക്സും കൂടി ഇൻക്ലൂഡ് ചെയ്യാം. അത്രയേ ഉള്ളൂ. അപ്പൊ ഇവിടെ കാണിച്ചിട്ടുണ്ട് എ, അതായത് ഓഗ്മെന്റഡ് മെട്രിക്സ് എ ബി എന്ന് പറയുന്നത് നമുക്ക് 2, 3, 2, 5. ഇപ്പൊ ബിയുടെ കോളം മെട്രിക്സ് നമ്മൾ ഇവിടെ ലാസ്റ്റ് കോളമായിട്ട് ഇൻക്ലൂഡ് ചെയ്തു എയിൽ. അതാണ് എ ബി. ഇനി നമ്മൾ ഈ സിമ്പിളാണ് യൂസ് ചെയ്യുക ഓഗ്മെന്റഡ് മെട്രിക്സിന്. അപ്പൊ നമ്മൾ ഇനി ഓരോന്നും എന്ത് ചെയ്യണം? നമുക്ക് അപ്പർ ട്രയാങ്കുലർ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യണം ഈ ഓഗ്മെന്റഡ് മെട്രിക്സിനെ. അതിന് വേണ്ടിയിട്ട് നമുക്ക് എലിമെന്ററി റോ ഓപ്പറേഷൻസ് ചെയ്യണം. അതിപ്പോ എന്താ ചെയ്യേണ്ടത്? ഞാൻ പറഞ്ഞല്ലോ, അതായത് അപ്പർ ട്രയാങ്കുലർ ഫോം എന്ന് പറയുമ്പോൾ ഡയഗണൽ എലമെന്റ്സും അതിന്റെ അപ്പർ പോർഷനും നോൺ സീറോ എലമെന്റ്സ് ആയിരിക്കും. അതിന് ബിലോ ഉള്ള പോർഷൻസ് എന്തായിരിക്കും? സീറോ ആയിരിക്കും. അപ്പൊ സീറോ ആക്കണം നമ്മൾ. അതനുസരിച്ചിട്ട് വേണം എലിമെന്ററി റോ ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാൻ. ഓക്കെ, അപ്പൊ എപ്പോഴും ഫസ്റ്റ് നമ്മൾ ഫ്രം ദ ഏറ്റവും ബോട്ടം മോസ്റ്റ് പാർട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം, ബോട്ടം മോസ്റ്റ് റോ എന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പൊ ഫസ്റ്റ് വൺ R1 to R4. എപ്പോഴും നമ്മൾ ഫസ്റ്റ് റോ അത് നമ്മൾ ബേസ് അല്ലെങ്കിൽ റെഫറൻസ് റോ ആയിട്ട് യൂസ് ചെയ്യും ബാക്കി എല്ലാം ഓപ്പറേഷൻസിനും. ബാക്കി ഏത് റോയിന്റെ ഓപ്പറേഷൻസ് പെർഫോം ചെയ്യണമെങ്കിൽ ഫസ്റ്റ് റോ എന്ന് പറയുന്നത് നമ്മൾ റെഫറൻസ് ആയിട്ട് കൺസിഡർ ചെയ്യും. ഓക്കെ, ചേഞ്ചസ് വരുത്താതെ. അതിൽ ഇപ്പൊ നമുക്ക് R1 അങ്ങനെ തന്നെ ഉണ്ടാവും. ബാക്കി എല്ലാത്തിനും നമ്മൾ മോഡിഫിക്കേഷൻസ് വരുത്തും. ആ കറസ്പോണ്ടിങ് എലമെന്റ്സ്, ഡയഗണൽ എലമെന്റ്സിന് താഴെയുള്ള എലമെന്റ്സ് സീറോ ആക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഫസ്റ്റ് എലിമെന്ററി റോ ഓപ്പറേഷൻ ചെയ്തിട്ടുള്ളത് R1, അതായത് ഈ ഒരു ആരോ മാർക്കിന്റെ ഇൻഡിക്കേഷൻ പറയുന്നത് ഇന്റർചേഞ്ച് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, that is R1 and R4 are interchanged here. അപ്പോൾ എപ്പോഴും ഈ ഓപ്പറേഷൻസ് എഴുതുമ്പോൾ കറസ്പോണ്ടിങ് ആയിട്ട് അപ്പോൾ തന്നെ നമ്മൾ ഇവിടെ ഓപ്പറേഷൻ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഇവിടെ R1 എന്ന് പറയുന്നത് എന്താ? 2, 3, 2, 5 and R4 എന്ന് പറയുന്നത് 1, 2, 1, 3. ഇത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർചേഞ്ച് ചെയ്യാം. അപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമുക്ക് എന്താ കിട്ടിയത്? 1, 2, 1, 3. ഇത് R4 ആയിരുന്നു, ഇപ്പോൾ R1 ആയി. ആൻഡ് ഇത് R1 ആയിരുന്നു, അതിപ്പോൾ R4 ആയി. ക്ലിയർ ആയല്ലോ? 1, 2, 1, 3. ലാസ്റ്റ് വൺ എന്തായിരുന്നു? 2, 3, 2, 5. ബാക്കി R3, R4 നമ്മൾ ഈ ഒരു സ്റ്റെപ്പിലൊന്നും ചെയ്തിട്ടില്ല, അങ്ങനെ തന്നെ എഴുതി. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ 3 ഓപ്പറേഷൻസ് ചെയ്യുന്നുണ്ട്, ശ്രദ്ധിക്കുക. R2 is changed to, അപ്പൊ ഇങ്ങനെയാണ് കാണിച്ചിരിക്കുന്നത്. അപ്പൊ R2 നമ്മൾ ട്രാൻസ്ഫോം ചെയ്യാണ്. എന്താണ് ട്രാൻസ്ഫോർമേഷൻ? R2 minus 3R1. ഓക്കെ, R2 അങ്ങനെ തന്നെ minus 3R1 ചെയ്യണം, എന്നിട്ടാണ് പുതിയ R2 കിട്ടുന്നത്. അപ്പൊ തൊട്ട് മുന്നിലത്തെ നമുക്ക് ആ റോ കൺസിഡർ ചെയ്യാം. അതായത് ഒരു മിനിറ്റ്, ഞാൻ അതൊന്ന് ഇറേസ് ചെയ്യട്ടെ.
ഇതിൽ R2 എന്ന് പറയുന്നത് R2 മൈനസ് 3R1 ആണ്. അപ്പോൾ ജസ്റ്റ് ഈ ഓപ്പറേഷൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ജസ്റ്റ് ഞാൻ പറഞ്ഞുതരാം. R2 മൈനസ് 3R1 പറയുമ്പോൾ R2ന്റെ എലമെന്റ്സ് നമുക്ക് നോക്കാം. R2 എന്ന് പറയുന്നത് 3 തൊട്ട് മുന്നിലത്തെ ആണ് കേട്ടോ. കാരണം ഇതിൽ ഓൾറെഡി നമ്മൾ ഈ ട്രാൻസ്ഫോർമേഷൻ ചെയ്ത് കഴിഞ്ഞു. അപ്പം അതിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് നമ്മൾ എന്തൊക്കെ ചെയ്തു എന്നുള്ളത് എഴുതുന്നത്. സോ R2 എന്ന് പറയുന്നത് 3 മൈനസ് 5 ആൻഡ് 2 അല്ലെ, ഇതാണ് R2ലെ എലമെന്റ്സ്. ഇനി മൈനസ് 3R1, അപ്പൊ 3 ടൈംസ് R1 ചെയ്യാം. അപ്പൊ 3 ഇൻറ്റു ഈ ടേംസ് ചെയ്യണം അല്ലെ. അപ്പൊ 3 ഇൻറ്റു 1 3, 3 ഇൻറ്റു 2 6, 3 ഇൻറ്റു 1 3 ആൻഡ് 3 ഇൻറ്റു 3 9. ഇനി ഇത് രണ്ടും കൂടി സബ്ട്രാക്ട് ചെയ്യണം. ഓരോ എലമെന്റ്സും സബ്ട്രാക്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ എന്താ കിട്ടുക? 3 മൈനസ് 3 എന്തായി? 0 ആയി. മൈനസ് 5 മൈനസ് 6 എന്താ? മൈനസ് 11. 5 മൈനസ് 3 എന്ന് പറയുന്നത് 2 ആണ്. ആൻഡ് ലാസ്റ്റ് വൺ, എക്സ്ക്യൂസ് മീ, 5 മൈനസ് 3 എന്ന് പറയുന്നത് 2 ആണ്. 2 മൈനസ് 9 എന്ന് പറയുന്നത് മൈനസ് 7 ആണ്. ഓക്കെ, ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇതാണ് ന്യൂ എലമെന്റ്സ് ഓഫ് R2. അപ്പൊ അത് തന്നെയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. 0 മൈനസ് 11 2 മൈനസ് 7. അത് ക്ലിയർ ആയല്ലോ? ഇതേപോലെ നമ്മൾ R3നെ ചേഞ്ച് ചെയ്യാൻ പോകണം. R3 എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ട്രാൻസ്ഫോം ചെയ്തിരിക്കുന്നത്? R3 മൈനസ് 3R1. എഗെയിൻ 3R1 തന്നെയാണ് ചെയ്യാം. എന്നിട്ട് R3നെ അതിൽ നിന്ന് സബ്ട്രാക്ട് ചെയ്യാം. അപ്പൊ എന്തായിരിക്കും വാല്യൂസ് കിട്ടാം? R3 എന്ന് പറയുന്നത് ഓൾറെഡി ഇപ്പോൾ ഇവിടെ 3 9 മൈനസ് 1 4 ആണ് അല്ലെ. അപ്പൊ അത് ഇവിടെ കൺസിഡർ ചെയ്യാം. ദാറ്റ് ഈസ് 3 9 മൈനസ് 1 4 അല്ലെ. അപ്പൊ ഇനി 3R1 ചെയ്യണം. അപ്പൊ 3R1 നമ്മൾ നേരത്തെ ഓൾറെഡി കണ്ടുപിടിച്ചാണ്. 3 6 3 9. ഇനി ഇത് സബ്ട്രാക്ട് ചെയ്യാം. അപ്പൊ 3 മൈനസ് 3 ഓരോന്നും സബ്ട്രാക്ട് ചെയ്യുമ്പോൾ എന്താ വാല്യൂസ് കിട്ടുക? 3 മൈനസ് 3 0, 9 മൈനസ് 6 3, then മൈനസ് 1 മൈനസ് 3 എന്താ? മൈനസ് 4 ആൻഡ് 4 മൈനസ് 9 മൈനസ് 5. അപ്പൊ 0 3 മൈനസ് 4 മൈനസ് 5. അപ്പൊ കിട്ടിയല്ലോ എലമെന്റ്സ്. ഇനി എന്തിനെങ്ങനെ ഓരോന്നും ചെയ്യുന്നത്? ഇപ്പൊ നമുക്ക് ഇങ്ങനെ ചെയ്തപ്പോ ഫസ്റ്റ് എലമെന്റ്സ് ഇതിന്റെ ഒക്കെ 0 ആയില്ലേ അല്ലെ. അപ്പൊ അങ്ങനെ 1 by 1 ആണ് എലിമെന്ററി റോ ട്രാൻസ്ഫോർമേഷൻ ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് ആദ്യം കൺസിഡർ ചെയ്യുക എന്ത് ചെയ്താലാണ് നമുക്ക് ഓരോ എലമെന്റ്സും 0 ആയി കിട്ടുക. അതനുസരിച്ചാണ് ട്രാൻസ്ഫോർമേഷൻ ചെയ്യേണ്ടത്. ഇതേപോലെ ലാസ്റ്റ് R4ന്റെ എലമെന്റ്സ് എങ്ങനെ കിട്ടുക? R4ൽ നമ്മൾ ചെയ്തിട്ടുള്ളത് R4 മൈനസ് 2R1 ആണ് അല്ലെ. R4 മൈനസ് ഞാൻ ഇവിടെ കാണിച്ചു തരാം. R4 എന്ന് പറയുന്നത് എന്താ? 2 3 2 5. തൊട്ട് മുന്നത്തെ മെട്രിക്സ് ആണ് കൺസിഡർ ചെയ്യേണ്ടത് കേട്ടോ. 2 3 2 5. ഇനി മൈനസ് 2R1 ആണ്. 2R1 പറയുമ്പോൾ 2 into 1 2, 2 into 2 4, 2 into 1 2 and 2 into 3 6. ഇനി ഓരോന്നും സബ്ട്രാക്ട് ചെയ്യാം. ഓക്കെ, ഇപ്പൊ ഇങ്ങനെ ചെയ്താലല്ലേ 2 മൈനസ് 2 0 കിട്ടുള്ളൂ ഫസ്റ്റ് എലമെന്റ്. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. 3 മൈനസ് 4 എന്ന് പറയുന്നത് മൈനസ് 1, 2 മൈനസ് 2 0, 5 മൈനസ് 6 മൈനസ് 1. അപ്പൊ നമുക്ക് ലാസ്റ്റ് റോ കിട്ടിയല്ലോ. 0 മൈനസ് 1 0 മൈനസ് 1. ക്ലിയർ ആയല്ലോ? ഇനി ലാസ്റ്റ് സ്റ്റെപ്പില് R4 എന്ന് പറയുന്നത് മൈനസ് R4 ട്രാൻസ്ഫോം ചെയ്തു. അതായത് R4ന്റെ എലമെന്റ്സിന് ജസ്റ്റ് മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ 0 മൈനസ് 1 0 മൈനസ് 1 എന്നുള്ളത് എന്തായി? 0 1 0 1. നെക്സ്റ്റ് ട്രാൻസ്ഫോർമേഷനിൽ നമ്മൾ R2 ആൻഡ് R4 ഇന്റർചേഞ്ച് ചെയ്തു. ഓക്കെ, അപ്പൊ ഇത് ഇന്റർചേഞ്ച് ചെയ്തത് എന്തിനാണ്? കറസ്പോണ്ടിങ് ആയിട്ട് കുറച്ചും കൂടി പെട്ടെന്ന് ഫാസ്റ്റ് ആയിട്ട് നമുക്ക് ഓരോ എലമെന്റ്സിനെയും 0 ആക്കാൻ വേണ്ടിയിട്ടാണ് ഡയഗണലിന് ബിലുള്ള പോർഷൻ. ക്ലിയർ ആയല്ലോ? അപ്പൊ ഇതില് 1 2 1 3 0 1 0 1 0 3 മൈനസ് 4 മൈനസ് 5 0 മൈനസ് 11 2 മൈനസ് 7 ഇത്രയും കിട്ടി. ഇനി ലാസ്റ്റ് ഇനി ഒരു ട്രാൻസ്ഫോർമേഷൻ ചെയ്യുന്നത് R3 is changed to R3 minus 3R2 and R4 is changed transformed to R4 plus 11R2 എന്നിട്ട് കിട്ടുന്നതാണ് ഈ വാല്യൂസ്. ഓക്കെ, അപ്പൊ ആദ്യം തൊട്ട് മുന്നത്തെ നമുക്ക് മെട്രിക്സ് കൺസിഡർ ചെയ്യാം. R3 മൈനസ് 3R2 ചെയ്യുമ്പോൾ R3 എന്ന് പറയുന്നത് 0 3 മൈനസ് 4 മൈനസ് 5, 0 3 മൈനസ് 4 മൈനസ് 5. ഇനി 3R2 എന്ന് പറയുന്നത് എന്താ? 3 into 0, അതായത് 0 3 into 1 3, 3 into 0 0, 3 into 1 3. ഇനി മൈനസ് ചെയ്യുക അല്ലെ. R3 മൈനസ് 3R2 അല്ല പറഞ്ഞിരിക്കണം. ഓരോന്നും മൈനസ് ചെയ്ത് എന്താ കിട്ടുക? 0 3 മൈനസ് 3 0, മൈനസ് 4 മൈനസ് 0 മൈനസ് 4, മൈനസ് 5 മൈനസ് 3 മൈനസ് 8. അപ്പൊ അതാണ് ഇവിടെ വാല്യൂസ് കാണിച്ചിരിക്കുന്നത്. 0 0 മൈനസ് 4 മൈനസ് 8. അപ്പൊ നമുക്ക് R3 ട്രാൻസ്ഫോംഡ് ആയിട്ട് കിട്ടി. നെക്സ്റ്റ് വൺ R4. R4 എന്ന് പറയുന്നത് R4 പ്ലസ് 11R2 അല്ലെ. അപ്പോൾ R4 പ്ലസ് 11R2 ഞാൻ ഇവിടെ കാണിച്ചു തരാം. റൈറ്റ് സൈഡിൽ കാണിച്ചു തരാം. R4 എന്ന് പറയുന്നത് പ്രീവിയസ് ഇതിൽ എന്താണ്? 0 മൈനസ് 11 2 മൈനസ് 7. ഇനി പ്ലസ് 11R2, അതായത് 11 ഇൻറ്റു ഓരോന്നും ചെയ്യുക. R2 എന്ന് പറയുന്നത് ഇതല്ലേ, ഇൻറ്റു 11 ചെയ്യാം. അപ്പോൾ 11 ഇൻറ്റു 0 0, 11 ഇൻറ്റു 1 11. അപ്പോൾ അതിന് വേണ്ടിയിട്ടായിരുന്നു ഇത് രണ്ടും കൂടി
ജസ്റ്റ് ഇനിയിപ്പോൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 0 കിട്ടും. ഇതിന് വേണ്ടിയിട്ടാണ് ഈ ട്രാൻസ്ഫോർമേഷൻ ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ 11 ഇൻറ്റു 0 0 അഗെയിൻ 11 ഇൻറ്റു 1 11. ഇനി രണ്ടും കൂടിയിട്ട് ആഡ് ചെയ്യാണ് ചെയ്യുന്നത് കേട്ടോ. കാരണം നമുക്ക് എങ്കിൽ മാത്രമേ -11 + 11 നമുക്ക് 0 ആയിട്ട് കിട്ടുള്ളൂ. സോ ഫസ്റ്റ് വൺ ഓൾറെഡി 0 ആണ്, ആഡ് ചെയ്തു. -11 + 11 നെക്സ്റ്റ് വൺ എന്താ 0 ആണ്. 2 + 0 എന്താ 2 ആണ്. -7 + 11 എന്താ -7 + 11 എന്ന് പറയുന്നത് 4 ആണ്. അപ്പോൾ 0 0 2 4 അതാണ് നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പോൾ നമുക്ക് ഫൈനൽ ട്രാൻസ്ഫോർമേഷൻ കഴിഞ്ഞു. ഇനി എന്താ ചെയ്യേണ്ടത്? അഗെയിൻ ഒരെണ്ണം കൂടി ചെയ്തിട്ടുണ്ട്. R4 is transformed to 2R4 + R3. അത് ചെക്ക് ചെയ്യുക. കാരണം എന്താ, നമുക്കിപ്പോൾ ഈ എലമെന്റും കൂടി 0 ആവാനുണ്ട്. 2 എന്ന് പറയുന്നതിനെ കൂടി 0 ആക്കണം. അപ്പോൾ നമുക്ക് അപ്പർ ട്രയാംഗുലർ ഫോമിൽ കിട്ടും. സോ അതിന് വേണ്ടിയിട്ടാണ് ഈ ട്രാൻസ്ഫോർമേഷൻ ചെയ്തത്. R4 is transformed to 2R4 + R3. ക്ലിയർ ആയല്ലോ? 2R4 + R3 പറയുമ്പോൾ ഒരു മിനിറ്റ് ഞാൻ അതൊന്ന് ഇറേസ് ചെയ്യട്ടെ. ഇനി ഇതിൽ R4 എന്ന് പറയുന്നത് ട്വൈസ് R4 + R3 ആണ് ചെയ്തിരിക്കുന്നത്. നമുക്കിപ്പോൾ ഇനി ഈ 2നെ 0 ആക്കണം. അപ്പോൾ ട്വൈസ് R4 എന്ന് പറയുന്നത് എന്താ, ഇപ്പോൾ പ്രീവിയസിൽ ഇപ്പോൾ ഇതാണല്ലോ, ഇൻറ്റു 2 ചെയ്യണം, പിന്നെ +R3 ചെയ്യണം, പ്ലസ് ഈ ഒരു പോർഷൻ ചെയ്യണം. സോ 2 × 0 + 0. അപ്പോൾ നമുക്ക് ഇവിടെ ആദ്യം R4ന്റെ എഴുതാം. 2 × R4 എത്രയാണ്? 0. 2 × 0 0, 2 × 0 0, 2 × 2 4 ആൻഡ് 2 × 4 8. ഇനി പ്ലസ് R3 എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെ എഴുതുക. 0 0 -4 -8. ഓക്കെ, ഇതെല്ലാം കൂടി ആഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് 0 0 4 + -4, അതായത് 4 - 4 എന്താ 0, 8 - 8 0. അപ്പോൾ ഓൾറെഡി നമുക്ക് എല്ലാം 0 ആയിട്ട് കിട്ടി. സോ ഈ 2 0 ആയി പോയല്ലോ. ഓക്കെ, അപ്പോൾ എല്ലാം നമുക്ക് 0 ആയിട്ട് തന്നെ കിട്ടി. ക്ലിയർ ആയല്ലോ? അപ്പോൾ നമുക്ക് കിട്ടിയ മെട്രിക്സ് എന്താ? ആഫ്റ്റർ ഓൾ റോ ഓപ്പറേഷൻസ് 1 2 1 3 0 1 0 1 0 0 -4 -8 ആൻഡ് 0 0 0 0. ഇനി ഇത് അപ്പർ ട്രയാംഗുലർ ഫോം ആയില്ലേ? കാരണം ഡയഗണൽ എലമെന്റ്സ് എന്ന് പറയുന്നത് ഇതാണ്. അതിന് ബിലോ ഉള്ള പോർഷൻ എന്താണ്? എല്ലാം 0 ആയിപ്പോയി. ആൻഡ് അപ്വേർഡ് പോർഷൻസ് എല്ലാം നോൺ സീറോ, അതായത് എല്ലാമേ നോൺ സീറോ എലമെന്റ്സ് ആണെന്നില്ല, പക്ഷെ ബാക്കി എല്ലാം എലമെന്റ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് അല്ലെ. ഏതെങ്കിലും ഒന്നോ രണ്ടോ 0 ആയാലും കംപ്ലീറ്റ് ആയി 0 ആവാൻ പാടില്ല. സോ നമുക്ക് കിട്ടിയിരിക്കുന്ന ഫൈനൽ മെട്രിക്സ് ഇതാണ്. ഇനി ഇതിൽ നിന്ന് ഇതിപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന എ പോർഷൻ, 1 സെക്കൻഡ്, ഇനി ഇതിൽ എ എന്ന് പറയുന്ന പോർഷൻ, അതായത് നമുക്ക് ഇനിയിപ്പോൾ ഇതിൽ മെട്രിക്സിൽ കൺസിഡർ ചെയ്യാനുള്ളത് ഈ ഒരു പോർഷനാണ്. ദാറ്റ് ഈസ് ലാസ്റ്റ് ഫൈനൽ ആ 0 0 പോർഷൻസ് അത് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ആ റോ കൺസിഡർ ചെയ്യേണ്ട. ബാക്കി ആർച്ചസിൽ ഈ ഒരു ടേം കൺസിഡർ ചെയ്യണം, ഈ ഒരു മെട്രിക്സ് കൺസിഡർ ചെയ്യണം. അപ്പോൾ അതിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ എന്താ കിട്ടുക? AX = B ഫോമിൽ തന്നെ എഴുതി കഴിഞ്ഞാൽ നമുക്കിപ്പോൾ കിട്ടിയ ആ റെഡ്യൂസ്ഡ് ഫോമിൽ നിന്ന് A നമ്മൾ എഴുതി, പിന്നെ X എഴുതി, പിന്നെ B എഴുതി. ഓക്കെ, ഇത് ഫസ്റ്റ്, അതായത് ഫസ്റ്റ് നമുക്ക് കിട്ടുന്ന ക്വസ്റ്റ്യനിൽ നിന്ന് കിട്ടുന്ന AX = B ഫോം അല്ല കേട്ടോ. നമുക്ക് ഇപ്പോൾ റെഡ്യൂസ്ഡ് ഫോം എന്ന് കിട്ടിയ മെട്രിക്സിൽ ആ കോഎഫിഷ്യൻസിന്റെ മെട്രിക്സ്, പിന്നെ അൺനോൺ വേരിയബിൾസിന്റെ മെട്രിക്സ്, പിന്നെ ആർച്ചസിലെ കോൺസ്റ്റൻസിന്റെ മെട്രിക്സ്, അത് നമുക്കിപ്പോൾ കിട്ടിയതിന്റെ ലാസ്റ്റ് കോളം അതാണ് എടുത്ത് എഴുതിയിരിക്കുന്നത്. ഇനി ഇതിൽ നിന്ന് നമുക്ക് ഇതേപോലെ ജസ്റ്റ് ഈ ഫസ്റ്റ് മെട്രിക്സ് ഇൻറ്റു സെക്കൻഡ് മെട്രിക്സ് ഇസ് ഈക്വൽ ടു റൈറ്റ് സൈഡിലെ മെട്രിക്സ്. ഓരോ എലമെന്റ്സിനെയാണ് നമ്മൾ കറസ്പോണ്ടിങ് ഓപ്പറേഷൻസ് ചെയ്യുന്നത്. എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇവിടെ ഇപ്പോൾ ഫസ്റ്റ് റോ ഇൻറ്റു ഈ കോളം അല്ലെ, അതായത് സെക്കൻഡ് മെട്രിക്സ് എന്ന് പറയുന്നത് ഒറ്റൊരു കോളം മെട്രിക്സേ ഉള്ളൂ. XYZ is equal to again RHSലെ ഒറ്റൊരു കോളം മെട്രിക്സേ ഉള്ളൂ. അപ്പൊ ആദ്യം 1 2 1 ഇൻറ്റു XYZ ഇനി is equal to 3 ആണ്. കാരണം ഈ RHSലെ ഫസ്റ്റ് എലമെന്റ് ആണ് ആദ്യത്തെ കേസിൽ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് റോ ഇൻറ്റു നമ്മുടെ സെക്കൻഡ് മെട്രിക്സിന്റെ കോളം ആണല്ലോ. അപ്പോൾ ഇങ്ങനെ ചെയ്യേണ്ടത് മെട്രിക്സ് ഓപ്പറേഷൻ മൾട്ടിപ്ലിക്കേഷൻ 1 ഇൻറ്റു X പ്ലസ് 2 ഇൻറ്റു Y പ്ലസ് 1 ഇൻറ്റു Z, അതായത് 1 ഇൻറ്റു X പ്ലസ് 2 ഇൻറ്റു Y പ്ലസ് 1 ഇൻറ്റു Z ഇസ് ഈക്വൽ ടു RHSലെ മെട്രിക്സിലെ ഫസ്റ്റ് എലമെന്റ് എന്താ? 3 ആണ്. അപ്പോൾ ഇതിൽ നിന്ന് എന്താ കിട്ടുക? X പ്ലസ് 2Y പ്ലസ് Z ഇസ് ഈക്വൽ ടു 3. അതാണ് ഇവിടെ ഫസ്റ്റ് ഇക്വേഷൻ കിട്ടിയിരിക്കുന്നത്. X പ്ലസ് 2Y പ്ലസ് Z ഇസ് ഈക്വൽ ടു 3. ക്ലിയർ ആയല്ലോ? ഇനി നെക്സ്റ്റ് കേസിൽ ഒരു സെക്കൻഡ് ഇത് ഇറേസ് ചെയ്തോട്ടെ.
അപ്പോൾ ഫസ്റ്റ് ഇക്വേഷൻ കിട്ടി എക്സ് പ്ലസ് 2y പ്ലസ് സെഡ് ഇസ് ഈക്വൽ ടു 3. നെക്സ്റ്റ് കേസിൽ 0 ഇൻറ്റു എക്സ് എന്താ വരിക 0 പ്ലസ് 1 ഇൻറ്റു വൈ ദാറ്റ് ഇസ് വൈ പ്ലസ് 0 ഇൻറ്റു സെഡ് ഇസ് ഈക്വൽ ടു ഇവിടുത്തെ സെക്കൻഡ് എലമെന്റ് 1. അതായത് ആ കൂടി y മാത്രമേ കിട്ടുള്ളൂ. y ഇൻറ്റു 1 ഇസ് ഈക്വൽ ടു 1 കിട്ടും. ദാറ്റ് ഇസ് y ഇസ് ഈക്വൽ ടു 1 നമുക്ക് ഇപ്പോൾ തന്നെ കിട്ടി. ഇനി ലാസ്റ്റ് കേസിൽ 0 0 മൈനസ് 4. ഇനി ഇതിലിപ്പോൾ സപ്പോസ് ഇതെല്ലാം 0 ആയതുകൊണ്ട് ഇത് എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. ഇനി 0 0 0 ഇപ്പോൾ സെക്കൻഡ് കേസിൽ ഇപ്പോൾ നമ്മൾ y കണ്ടുപിടിച്ചു. ഇനി ലാസ്റ്റ് വൺ ഈ റോയിൽ തേർഡ് റോയിൽ എന്താ വരിക 0 ഇൻറ്റു എക്സ് പ്ലസ് 0 ഇൻറ്റു വൈ പ്ലസ് മൈനസ് 4 ഇൻറ്റു സെഡ് ഇസ് ഈക്വൽ ടു എന്താ വരിക മൈനസ് 8. അതായത് മൈനസ് 4z ഇസ് ഈക്വൽ ടു മൈനസ് 8 കിട്ടും. അതാണ് തേർഡ് ഇക്വേഷൻ. ഒന്നുകൂടി പറഞ്ഞുതരാം. തേർഡ് റോ കൺസിഡർ ചെയ്യാം. ഇൻറ്റു സെക്കൻഡ് കോളം മെട്രിക്സ് അതായത് 0 ഇൻറ്റു എക്സ് പ്ലസ് 0 ഇൻറ്റു വൈ പ്ലസ് മൈനസ് 4 ഇൻറ്റു സെഡ് ഇസ് ഈക്വൽ ടു മൈനസ് 8. അപ്പോൾ അതിൽ ആകെ കൂടി മൈനസ് 4z ഇസ് ഈക്വൽ ടു മൈനസ് 8. അത് മാത്രമേ വരുള്ളൂ കാരണം എക്സ് ആൻഡ് വൈ കോഎഫിഷ്യൻസ് 0 ആണ്. സോ മൈനസ് 4z ഇക്വൽ ടു മൈനസ് 8 കിട്ടും. അതിൽ നിന്ന് z കണ്ടുപിടിച്ചൂടെ z ഇസ് ഈക്വൽ ടു 2 കിട്ടി. y ഇക്വൽ ടു 1 ഓൾറെഡി നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷനിൽ കിട്ടി. സോ ഇനിയാണ് നേരത്തെ നമ്മൾ ഗോസ് എലിമിനേഷൻ മെത്തേഡിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എക്സ്പ്ലനേഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആദ്യം ax ഇക്വൽ ടു b ഫോമിൽ എഴുതുക, അത് കഴിഞ്ഞിട്ട് അതിനെ ഓഗ്മെന്റഡ് മെട്രിക്സ് ഫോമിൽ എഴുതുക a b, ദെൻ അതിനെ അപ്പർ ട്രയാങ്കുലർ ഫോമിലേക്ക് അതായത് എലിമെന്ററി ഓപ്പറേഷൻസ് പെർഫോം ചെയ്തിട്ട് അപ്പർ ട്രയാങ്കുലർ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് അതിൽ നിന്ന് ഇതേപോലെ നമ്മൾ ax ഇക്വൽ ടു b എന്ന് പറയുന്ന ഫോമിൽ എഴുതിയിട്ട് ഓരോ ഇക്വേഷൻസ് കിട്ടും അല്ലെ. എത്ര നമ്പർ ഓഫ് വേരിയബിൾസ് ഉണ്ടോ അത്രയും നമുക്ക് സെറ്റ് ഓഫ് ഇക്വേഷൻസ് നമുക്ക് കിട്ടും. ഇനി ബാക്ക്വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് വാല്യൂസ് കണ്ടുപിടിക്കാൻ പറ്റും. ഈ ബാക്ക്വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഫസ്റ്റ് ഇക്വേഷൻ നമുക്ക് ഇവിടെ കിട്ടിയത് ഇൻ ടേംസ് ഓഫ് ഓൾ വേരിയബിൾസ് കിട്ടി. ഇനി സെക്കൻഡ് കേസിൽ നമുക്ക് ചിലപ്പോൾ y ആൻഡ് z ഇക്വേഷൻ ആയിരിക്കും കിട്ടുക. പക്ഷെ ഇവിടെ ഇപ്പോൾ ഓൾറെഡി y എന്ന് പറഞ്ഞാൽ നമുക്ക് വാല്യൂ ഡയറക്റ്റ് ആയിട്ട് കിട്ടി. ഇനി ലാസ്റ്റ് വണ്ട് നമുക്ക് എന്തായാലും ഒരു വേരിയബിളിന്റെ വാല്യൂ ഡയറക്റ്റ് ആയിട്ട് കിട്ടും. എന്നിട്ട് പ്രീവിയസ് ഇക്വേഷനിൽ ആ വേരിയബിളിന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഒരു വേരിയബിളും കൂടി കിട്ടും. അഗെയിൻ ദോസ് ടു വേരിയബിൾസ് നമ്മൾ ഫസ്റ്റ് ഇക്വേഷനിൽ ബാക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എന്നിട്ട് ഫൈനലി എല്ലാ വേരിയബിൾസും കിട്ടും. ഇതാണ് ഈ ബാക്ക്വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇവിടെ നമുക്ക് വൈയും സെഡും ഓൾറെഡി കിട്ടി. ഫൈനലി ഫസ്റ്റ് ഇക്വേഷനിൽ y ആൻഡ് z സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എക്സ് പ്ലസ് 2 ഇൻറ്റു വൈ എന്ന് പറയുന്നത് 1 ആണ്, പ്ലസ് z എന്ന് പറയുന്നത് 2 ആണ്, ഇസ് ഈക്വൽ ടു 3. അപ്പോൾ x ഇക്വൽ ടു മൈനസ് 1 കിട്ടി. സോ ഫൈനൽ സൊല്യൂഷൻ എന്താ? x ഇക്വൽ ടു മൈനസ് 1, y ഇക്വൽ ടു 1, z ഇക്വൽ ടു 2 ഇസ് ദ സൊല്യൂഷൻ ഓഫ് ദ ഗിവൺ സിസ്റ്റം. ക്ലിയർ ആയല്ലോ? ഇനി ഇതേപോലെ ഒരു ക്വസ്റ്റ്യൻ കൂടി കൺസിഡർ ചെയ്യാം. Solve the system of equations by Gauss elimination method. 3x plus 3y plus 2z is equal to 1. x plus 2y is equal to 4. 10y plus 3z is equal to minus 2. 2x minus 3y minus z is equal to 5. അപ്പോൾ ഇതിൽ അഗെയിൻ നമ്മൾ ആദ്യം റിപ്പീറ്റ് ചെയ്ത് അതേ സ്റ്റെപ്സ് തന്നെ ചെയ്യാം. ax equal to b ഫോം എഴുതുക. ഇത് കോഎഫിഷ്യന്റ് മെട്രിക്സ് a, ദെൻ അൺനോൺ വേരിയബിൾസിന്റെ മെട്രിക്സ് x, ആൻഡ് ഫൈനലി ആർഎച്ച്എസിലെ കോൺസ്റ്റന്റ്സിന്റെ മെട്രിക്സ് b. ഇനി അതിൽ നിന്ന് ഓഗ്മെന്റഡ് മെട്രിക്സ് എ ബി എഴുതുക അല്ലെ. 3 3 2 ഈ ഒരു മെട്രിക്സ് കോളം ലാസ്റ്റ് കോളമായിട്ട് ആഡ് ചെയ്യുക. 1 4 -2 5 എന്നുള്ളത് അല്ലെ. അപ്പൊ അതുകൂടി ആഡ് ചെയ്ത് കിട്ടുന്നതാണ് ഓഗ്മെന്റഡ് മെട്രിക്സ്. ഇനി ഇതിനെ നമുക്ക് അപ്പർ ട്രയാങ്കുലർ ഫോമിലേക്ക് റെഡ്യൂസ് ചെയ്യണം. അപ്പൊ കറസ്പോണ്ടിങ് ആയിട്ട് എലിമെന്ററി റോ ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാം. ഫസ്റ്റ് ആദ്യം തന്നെ പ്രീവിയസ് മെട്രിക്സിലെ R1ഉം R2ഉം നമ്മൾ ഇന്റർചേഞ്ച് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇവിടെ R1ഉം R2ഉം ഓൾറെഡി ഇന്റർചേഞ്ച്ഡ് ആണ്. ഇനി നെക്സ്റ്റ് കേസിൽ R2 ട്രാൻസ്ഫോം ടു R2 മൈനസ് 3R1. അപ്പൊ തൊട്ട് മുന്നത്തെ ഇതിൽ R2 എന്ന് പറയുന്നത് എന്താണ്? ഫസ്റ്റ് വൺ R1, R2, R3, R4 അല്ലെ. അപ്പോൾ ഇതിൽ R2 എന്ന് പറയുന്നത് R4, R2 എന്ന് പറയുന്നത് 3 3 2 1 മൈനസ് 3R1. 3R1 പറയുമ്പോൾ 3 ടൈംസ് R1 ചെയ്യണം അല്ലെ. അതായത് 3 into 1 3, 3 into 1 3, 3 into 2 6, 3 into 0 0, and 3 into 4 എന്ന് പറയുന്നത് 12 ആണ്. ഇനി ഇത് രണ്ടും കൂടി എന്ത് ചെയ്യണം? സബ്ട്രാക്ട് ചെയ്യണം. സോ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 3 minus 3 0, 3 minus 6 minus 3, 2 minus 0 2, and 1 minus 12 എന്ന് പറയുന്നത് minus 11. അപ്പോൾ 0 minus 3 2 minus 11. ഇതാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന R2. ക്ലിയർ ആയല്ലോ? ഇതൊന്ന് ഇറേസ് ചെയ്തോട്ടെ.
നെക്സ്റ്റ് പെർഫോമൻസ് എന്താ ചെയ്തിരിക്കുന്നത്? R4 is transformed to R4 minus 2R1. അപ്പോൾ ഇവിടെ R4 എന്ന് പറയുന്നത് 2 minus 3 minus 1 5. 2 minus 3 minus 1 5 and minus 2R1 ആണ്. അപ്പോൾ twice into R1 ആണല്ലേ? ഓക്കെ, സോറി, twice R1 ചെയ്യണം. സോ twice R1 ചെയ്യുമ്പോൾ 2 into 1 എത്രയാ? 2. 2 into 2 എന്ന് പറയുന്നത് 4 ആണ്. 2 into 0 0 and finally 2 into 4 എന്താ? 8 ആണ്. ഇതിപ്പോൾ എന്തിനാ ഇങ്ങനെ ചെയ്യുന്നത്? കാരണം നമുക്ക് കറസ്പോണ്ടിങ് ഫസ്റ്റ് എലമെന്റ്സ്, അതായത് ഓരോന്നിന്റെ ഫസ്റ്റ് എലമെന്റ്സ് ഇപ്പോൾ ഇവിടെ 0 ആക്കി. ഇവിടെ ഓൾറെഡി ഇത് 0 ആണ്. സോ നെക്സ്റ്റ് ഇത് 0 ആക്കണം അല്ലെ? ഈ ഒരു എലമെന്റ് R4ലെ ഫസ്റ്റ് എലമെന്റ് 0 ആക്കണം. അത് മാത്രമല്ല അപ്പോൾ R2ലെയും ഫസ്റ്റ് എലമെന്റ് 0 ആക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. സോ ഇനി ഇത് മൈനസ് ചെയ്യാം. 2 minus 2 0, minus 3 minus 4 minus 7, minus 1 minus 0 minus 1, 5 minus 8 minus 3. അപ്പോൾ നമുക്ക് കിട്ടിയ വാല്യൂസ് എന്താ? 0 minus 7 minus 1 minus 3. അപ്പോൾ ഇതും കിട്ടി 0 minus 7 minus 1 minus 3. അപ്പോൾ നമുക്ക് ഇതാണ് ഈ രണ്ട് ട്രാൻസ്ഫോർമേഷൻ കഴിഞ്ഞിട്ട് കിട്ടിയത്. നെക്സ്റ്റ് വൺ R3 is transformed to 3R3 plus 10R2. അപ്പോൾ ഇതിൽ R3 എന്ന് പറയുന്നത് ഇപ്പോൾ പ്രീവിയസ് ഇതിലെ മെട്രിക്സ് ആണ് നോക്കേണ്ടത്. 3R3 plus 10R2. ഇത് പ്രീവിയസ് വൺ ഇറേസ് ചെയ്യാം. R3 plus 10R2 പറയുമ്പോൾ ഇവിടെ R3 and R2. ഇപ്പോൾ ന്യൂ വാല്യൂസ് എന്തൊക്കെ വരിക? 3R3 പറയുമ്പോൾ 3 into R3 ചെയ്യണം and 10 into R2 ചെയ്യണം അല്ലേ? അപ്പോൾ ഇത് എന്നിട്ട് രണ്ടും കൂടി ആഡ് ചെയ്യാം. സോ 10R2 പറയുന്നത് 10 into 0 0, 10 into minus 3 minus 30, 10 into 2 20 and 10 into minus 11 minus 1 10. Next one 3R3, 3 into 0 0, 3 into 10 30, 3 into 3 9 and 3 into minus 2 minus 6. അപ്പോൾ ഇത് രണ്ടും കൂടി ക്യാൻസൽ ആയി 0 ആവില്ലേ? അതിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്തത്. രണ്ടും കൂടി ആഡ് ചെയ്യാം. അപ്പോൾ 0, സെക്കൻഡ് വൺ 0, 20 plus 9 29 and last one minus 110 plus minus 6 എത്രയാ? minus 116. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടിയ വാല്യൂസ്. ദാറ്റ് ഈസ് 0 0 29 minus 116. അപ്പോൾ അതാണ് ഇവിടെ തേർഡ് റോ ആയിട്ട് കിട്ടിയിരിക്കുന്നത്. ഇനി അതേപോലെ R4 എന്ന് പറയുന്നത് 3R4 minus 7R2. അപ്പോൾ R4ന്റെ വാല്യൂസ് എന്താ? 0 10. R4ന്റെ വാല്യൂസ് 0 minus 7 minus 1 minus 3. അതിനെ 3 ടൈംസ് ചെയ്യാം. അപ്പോൾ 3 into 0 എന്ന് പറയുന്നത് 0 ആണ്. 3 into minus 7 minus 21, 3 into minus 1 minus 3 and 3 into minus 3 minus 9. ഇനി എന്താ ചെയ്യേണ്ടത്? minus 7R2. 7R2 പറയുമ്പോൾ 7 times R2 ചെയ്യാം. 7 into 0 0, 7 into minus 3 minus 21 and 7 into 2 14, 7 into minus 11 minus 77. ഇനി ഇതെല്ലാം കൂടിയിട്ട് എന്ത് ചെയ്യണം? സബ്ട്രാക്ട് ചെയ്യണം. അപ്പോൾ 0 minus 0, ഫസ്റ്റ് വൺ 0 ഓൾറെഡി. minus 21 minus minus 21 എന്താ? minus 21 plus 21 0 ആയി. minus 3 minus 14 എന്താ? minus 17 and minus 9 plus 77 വരും അല്ലേ? അതായത് 68. അപ്പോൾ ഇവിടെ നമുക്ക് വാല്യൂസ് കിട്ടിയല്ലോ. 0 0 minus 17 16. ഇതാണ് ഇവിടെ ഫൈനലി കിട്ടിയ R3 R4. നെക്സ്റ്റ് വൺ, ഇതിൽ വൺ മോർ ട്രാൻസ്ഫോർമേഷൻ ചെയ്തു. R4 ട്രാൻസ്ഫോം ടു 29R4 plus 17 times R3. അതായത് R4ന്റെ ഈ വാല്യൂ നമുക്ക് 0 കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്തതാണ്. 29 times R4 പ്രീവിയസ് മെട്രിക്സിൽ R4നെ ഇൻറ്റു 29 ചെയ്യുക പ്ലസ് R3നെ 17 ടൈംസ് ചെയ്യുക. എന്നിട്ട് രണ്ടും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതാണ്. ഇതിപ്പോൾ നമുക്ക് എല്ലാ എലമെന്റ്സും 0 ആയിട്ട് തന്നെ കിട്ടും. നമുക്ക് ഓൾറെഡി തേർഡ് എലമെന്റ്, അതായത് ഈ ഡയഗണൽ അല്ലാത്ത ഇപ്പോഴത്തെ ബാക്കി എല്ലാ എലമെന്റ്സും 0 ആയിട്ട് കിട്ടണം. അതിന് വേണ്ടിയിട്ടാണ് ഈ ട്രാൻസ്ഫോർമേഷൻ ചെയ്തത്. പിന്നെ പ്ലസ് ഓൾറെഡി ഇപ്പോൾ ഈ ഒരു എലമെന്റ് നമുക്ക് 0 ആയിട്ട് കിട്ടി. ഇനി AX = B ഫോമിലേക്ക് വീണ്ടും എഴുതുക. അതായത് AX = B ഫോമിലാക്കുമ്പോൾ അതായത് കോഎഫിഷ്യൻസിന്റെ മെട്രിക്സ് എഴുതി, അൺനോൺ വേരിയബിൾസിന്റെ മെട്രിക്സ് എഴുതി, ബിയുടെ മെട്രിക്സ് എഴുതി. ഇതിൽ നിന്ന് ഇക്വേഷൻസ് കണ്ടുപിടിക്കുക. ആദ്യം പറഞ്ഞ പോലെ ഫസ്റ്റ് റോ ഇൻറ്റു ഇവിടുത്തെ സെക്കൻഡ് കോളം ഇസ് ഈക്വൽ ടു ഫസ്റ്റ് എലമെന്റ്. അപ്പോൾ 1 into x plus 2 into y plus 0 into z. ഇതാണ് ഫസ്റ്റ്. അതായത് x plus 2y is equal to ഫസ്റ്റ് എലമെന്റ് എന്താ? 4. അതേപോലെ സെക്കൻഡ് വൺ എങ്ങനെ വരിക?
സെക്കൻഡ് കേസിൽ 0 into x plus minus 3 into y plus 2 into z is equal to minus 11. അപ്പോൾ അതാണ് minus 3y plus 2z is equal to minus 11. അതേപോലെ ലാസ്റ്റ് വൺ എന്താ വരിക, 0 into ഇറേസ് ചെയ്യുക അല്ലെങ്കിൽ എല്ലാം കൂടി കൺഫ്യൂസ്ഡ് ആവും. 0 into x plus 0 into y plus 29 into z is equal to minus 116. അതാണ് തേർഡ് ഇക്വേഷൻ. ഇപ്പോൾ ബാക്ക്വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യണം. കാരണം എന്താ, നമുക്ക് ലാസ്റ്റ് ഇക്വേഷനിലാണ് സെഡിന്റെ വാല്യൂ കിട്ടും അല്ലെ, എന്നിട്ട് തിരിച്ച് ഈ സെഡിന്റെ വാല്യൂ പ്രീവിയസ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ സെഡിന്റെ വാല്യൂ നമുക്ക് ഓൾറെഡി അറിയാം, അപ്പോൾ വൈയുടെ വാല്യൂ കിട്ടില്ലേ. ഇനി അഗെയിൻ നമുക്ക് y കിട്ടി, z കിട്ടി. ഇപ്പോൾ ഫസ്റ്റ് ഇക്വേഷനിൽ ബാക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യാം. അപ്പോൾ അവിടെ ഓൾറെഡി z ഇല്ല, വൈയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എക്സിന്റെ വാല്യൂ കൂടി കിട്ടും. അങ്ങനെ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എക്സിന്റെ വൈയുടെയും സെഡിന്റെ വാല്യൂസ് എന്ത് കിട്ടുക, ലാസ്റ്റ് ഇക്വേഷനിൽ നമുക്ക് സെഡിന്റെ വാല്യൂ കിട്ടും -116/29 is equal to -4. ഇനി ആ സെഡിന്റെ വാല്യൂ -4 ഇക്വേഷൻ 2 ബാക്ക്വേർഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ ഇതിൽ -3y plus 2z ൽ z equal to -4 കൊടുത്തു, is equal to -11. അതിൽ y is equal to 1 കിട്ടും. ഇനി x plus 2y is equal to 4 ൽ നമുക്ക് y-യുടെ വാല്യൂ നെക്സ്റ്റ് ഇക്വേഷനിൽ കിട്ടിയിരുന്നല്ലോ. അപ്പോൾ ബാക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്താൽ നമുക്ക് x plus 2 into 1 is equal to 4 കിട്ടി. ഇതിൽ നിന്ന് x equal to 2 കിട്ടി. അപ്പോൾ നമ്മുടെ അൺനോൺ വേരിയബിൾസിന്റെ മെട്രിക്സ് എന്താ വരിക, x, അതായത് സൊല്യൂഷൻ x equal to 2 1 -4, അതായത് x equal to 2, y is equal to 1 and z equal to -4. ഓക്കെ, ബാക്കി ടോപ്പിക്സ് ആൻഡ് പ്രോബ്ലംസ് ഫർദർ ആയിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.